എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണിത്. ഈ ഓണത്തിനാണ് സിനിമ റിലീസാവുന്നത്. ഇപ്പോഴിതാ റിലീസിന് മുന്നേ തന്നെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് GB എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സർണസ്റ്റാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. വാസന്തി സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 28-നാണ് OTT റിലീസ്, അതായത് നാളെ രാത്രി. അടുത്തൊരു അപ്ഡേറ്റ് കഥ പറഞ്ഞ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. കുറച്ച് പഴയ സിനിമയാണ്. ഈ സിനിമയുടെ OTT ഓഗസ്റ്റ് മാസം 29-നാണ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. സൗബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ജിന്ന് സിനിമ നേടിയെടുത്തത്. ഈ സിനിമയുടെ OTT അടുത്ത വീക്കാണ്. അടുത്തൊരു അപ്ഡേറ്റ് കൂടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മനോരമ മാക്സ് ആണ് കൂടൽ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ബിബിൻ ജോർജ് ആണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് രവീന്ദ്ര നീ എവിടെയാണെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിദ്ദിഖ്, ധ്യാൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സൈനാബിളെ ഇപ്പോൾ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. രവീന്ദ്ര നീ എവിടെയെന്ന സിനിമ ഓണത്തിനാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂ ഫ്രം സോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കന്നഡ സിനിമയാണ്. രാജ്ബി ഷെട്ടിയാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സൂ ഫ്രം സോ എന്ന സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഓണത്തിനായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഓണത്തിന് റിലീസിനെത്തുന്ന സിനിമയാണ് ലോക. നസ്ലിൻ കല്യാണിയാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. റിലീസിന് മുന്നേ തന്നെ ലോക സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. 2023-ലാണ് സിനിമ റിലീസായത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരു പിടി യുവതാരങ്ങളാണ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഓണത്തിന് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ സിനിമയാണ് ഡൊമിനിക്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററുകളിൽ ഡൊമിനിക് പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ കാണാൻ ആരാധകർ നോക്കിയിരിക്കുകയാണ്. പക്ഷേ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈം തന്നെ ഡൊമിനിക്കിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഓണത്തിന് റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. ലാലും അനൂപ് മേനോനുമാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അടുത്ത വീക്കാണ് ചെക്ക്മേറ്റിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കിങ്ഡം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. എവറേജ് അഭിപ്രായമാണ് കിങ്ഡം സിനിമ നേടിയെടുത്തത്. വിജയ് ദേവർകൊണ്ടയാണ് കിങ്ഡം സിനിമയിലെ നായകൻ. ഇപ്പോൾ ഇതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രിയാണ് കിങ്ഡം സിനിമയുടെ OTT റിലീസ്. നെറ്റ്ഫ്ലിക്സിലാണ് കിങ്ഡം സിനിമ റിലീസാവുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലും കിങ്ഡം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കൂലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. രജനികാന്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു കൂലി. തിയേറ്ററുകളിലെ സിനിമ പരാജയപ്പെട്ടു. കേരളത്തിൽ എവറേജ് അഭിപ്രായമാണ് കൂലി സിനിമ നേടിയെടുത്തത്. സൗബിൻ ഷാഹിർ, അമീർ ഖാൻ, നാഗാർജുന തുടങ്ങി ഒരുപാട് പേര് കൂലി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 400 കോടിക്കടുത്താണ് സിനിമയുടെ ബഡ്ജറ്റ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ കൂലി സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 7-ന് മുന്നേ കൂലി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് സുമതി വളവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം ആരാധകർ കാത്തിരിക്കുന്നത് സുമതി വളവിന് വേണ്ടിയാണ്. നല്ല അഭിപ്രായമാണ് സുമതി വളവ് തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. സിനിമയിൽ അത്യാവശ്യം ഹൊററുണ്ട്, അതുപോലെ നല്ല കോമഡിയും. അർജുൻ അശോകനാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴത്തെ സുമതി വളവിൻ്റെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായ സുമതി വളവിനെ പറ്റിയാണ് സിനിമയിൽ പറയുന്നത്. ഇപ്പോഴത്തെ ഓണത്തിന് സുമതി വളവ് OTT റിലീസ് ചെയ്യുകയാണ്. ആമസോൺ പ്രൈമിൽ സെപ്റ്റംബർ 5-ന് മുന്നേ സുമതി വളവ് റിലീസാക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവികൾ ഏതൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.